ചെങ്ങന്നൂരിൽ പ്രളയദുരിതത്തിന് അറുതിയില്ല. പമ്പ, അച്ചൻകോവിൽ ആറുകളും ജലനിരപ്പ് മാറ്റമില്ലാതെ തുടരുകയാണ്. ചെങ്ങന്നൂരിലും കുട്ടനാട്ടിലുമടക്കം ജില്ലയിൽ ആകെ 53 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ചെങ്ങന്നൂർ പുത്തൻകാവ് റോഡിൽ നിന്നും ജോസി ബാബു ചേരുകയാണ്. ജോസി, നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ പോലും പുഴകളിൽ വെള്ളം ജലനിരപ്പ് താഴാത്തത് അത് വലിയൊരു പ്രശ്നമായി തന്നെ തുടരുകയാണോ? ചെങ്ങന്നൂർ പുത്തൻകാവ് ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ചെങ്ങന്നൂരിൽ നിന്നും കോഴഞ്ചേരിക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ആറന്മുള അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും പോകുന്നത് ഈ പാതയിലൂടെയാണ്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. പമ്പാ നദി കരകവിഞ്ഞ് പ്രദേശങ്ങളിലാകെ വെള്ളം കയറിയതിനെ തുടർന്നാണ് ചെങ്ങന്നൂർ കോഴഞ്ചേരി റൂട്ടിൽ പലയിടത്തും വെള്ളം കയറിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ പല ഭാഗത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡ് ആയതിനാൽ തന്നെ വലിയ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി പേർ വെള്ളം നീന്തി ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അവർ ചെങ്ങന്നൂർ നഗരമധ്യത്തിലേക്കൊക്കെ പോകുന്നത് അവിടെ നിന്നും അങ്ങനെയാണ്. മറ്റു പല ആളുകളെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കുമൊക്കെ മാറ്റിയിട്ടുമുണ്ട്. എന്തായാലും ചെങ്ങന്നൂരിൽ ഇപ്പോൾ 25ഓളം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവമ്പണ്ടൂർ, അതോടൊപ്പം തന്നെ മംഗലം, പാണ്ടനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വെൺമണിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ പങ്കുവച്ചിരുന്നു. പാണ്ടനാട് രാവിലെ വെള്ളത്തിൽ പോയ ശിവദാസൻ എന്ന 42-കാരന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ദുരിതങ്ങൾ ഇങ്ങനെ മാറാതെ പിന്തുടരുകയാണ് ചെങ്ങന്നൂർ ജനതയെ. എന്തായാലും ചെങ്ങന്നൂരിൽ ഇപ്പോൾ 25ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലയിലാകെ മഴക്കെടുതിക്ക് ഒരു ശമനവുമില്ല. കുട്ടനാടൻ മേഖലയിൽ, പ്രത്യേകിച്ച് കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലയിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുട്ടാർ, രാമങ്കേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് മൂലം വലിയ ദുരിതത്തിലാണ് നാട്ടുകാരുള്ളത്. അതോടൊപ്പം തന്നെ മട വീണ് പലയിടത്തും കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തകഴി അടക്കമുള്ള പ്രദേശങ്ങളിൽ മട വീണ് കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇവിടെ പ്രദേശവാസികളായ ചില ആളുകൾ നമ്മളോടൊപ്പം ചേരുകയാണ്. കൗൺസിലർ കൂടിയ ശിവരാജനൊക്കെ ചേർന്നുണ്ട് നമ്മളോടൊപ്പം. എങ്ങനെയാണ് ഇപ്പോൾ ചെങ്ങന്നൂരിലെ ഒരവസ്ഥ? ചെങ്ങന്നൂരിൽ 28 ക്യാമ്പുകളിലായിട്ട് ഏകദേശം 1700ഓളം പേര് ഇപ്പോഴും ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീടുകളിലേക്ക് മടങ്ങുന്നു. എന്നാൽ പുതിയതായി ക്യാമ്പുകൾ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ നഗരസഭാ പ്രദേശത്ത് കിഴക്കേനട സ്കൂളിൽ പുതിയ ക്യാമ്പ് ആരംഭിച്ചു. അപ്പം ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തത നമുക്ക് വരുന്നില്ല. എങ്ങനെ വെള്ളം ചില സ്ഥലത്തുനിന്ന് ഇറങ്ങുന്നെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ വെള്ളം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ ക്യാമ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പലപ്പോഴും നേരത്തെ റവന്യൂവിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ റവന്യൂവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നല്ല രീതിയിൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ജനപ്രതിനിധികളുടെ എല്ലാം മേൽനോട്ടം കൃത്യമായി തന്നെ എല്ലാ ക്യാമ്പുകളിലും ഉണ്ട്. ഉദ്യോഗസ്ഥരുടെ ഉണ്ട്, ഒപ്പം ആരോഗ്യ വിഭാഗത്തിൻ്റെ ഉണ്ട്. റവന്യൂവും ഇതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അവരും ചെയ്യുന്നുണ്ട്. 2018 സമാനമായ ഒരു സാഹചര്യം ഉണ്ടോ? നിലവിലില്ല, ഒരിക്കലുമില്ല. 2018 സമാനമായിട്ടുള്ള ഈ രീതിയിലും ഉയർന്നു വന്നിട്ടില്ല. ഇത് ഇപ്പം ശനിയാഴ്ച രാത്രി മുതലാണ് പുത്തൻകാവ് ഭാഗത്ത് വെള്ളം കയറുകയും ആറന്മുള ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് തടസ്സം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. അപ്പം അത് എന്നാൽ കഴിഞ്ഞ 2018 സമയത്ത് മുഴുവൻ ഭാഗങ്ങളിലും കയറി പുത്തൻകാവ് ഭാഗത്തേക്ക് കടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇതിപ്പം 4 ദിവസമായിട്ടും ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെള്ളം നിൽക്കുകയാണ്. അപ്പോൾ അതിന് സമാനമായിട്ട് 2018 സമാനം എന്ന് പറയാൻ കഴിയില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ പുത്തൻകാവ് പ്രദേശത്തെ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ യുവജനങ്ങളിലും ഒരുമിച്ച് തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും എല്ലാവരെയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആദ്യത്തെ ശനിയാഴ്ച രാവിലെ 8:30 മുതൽ ഈ റോഡിൽ വെള്ളമാണ്. ഇത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഇത് ശബരിമല തീർത്ഥാടകരൊക്കെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ്. മാവേലിക്കര കോഴഞ്ചേരി റോഡിലെ സുപ്രധാന സ്ഥലമാണ് ഇത്. ശനിയാഴ്ച രാവിലെ തുടങ്ങുന്ന 4-ാം ദിവസമാണ് വെള്ളം ഇതേ ലെവലിലൂടെ നിൽക്കുന്നത്. ഇവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങളിലെ എല്ലാ ഭവനങ്ങളിലും വെള്ളം കയറിയായിരുന്നു. അവിടുത്തെ ആളുകളെല്ലാം സുരക്ഷിതമായി ക്യാമ്പിലേക്ക് മാറ്റാൻ വേണ്ട സഹായങ്ങൾ ഇവിടുത്തെ യുവജനങ്ങൾ വിവിധ സംഘടനകളും ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ക്യാമ്പുകളുടെയൊക്കെ അവസ്ഥ എങ്ങനെയുണ്ട്? സജീവമായിട്ട് നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ ഇപ്പം പോകുന്ന മെയിൻ റോഡ് മാത്രമുണ്ട്. 4 സൈഡ് കോഴഞ്ചേരിലോട്ട് പോകാനുള്ള ഒരു റോഡും ഇല്ല. നമുക്ക് ബ്ലോക്കാണ്. വെള്ളം കുറയുന്നുണ്ടോ? കുറയുന്നുണ്ട്, ഒരടിയായിട്ട് കുറയുന്നുണ്ട്. ഇപ്പോൾ പതുക്കെ ഗ്രാജുവലിയാണ് കുറയുന്നത്, അല്ലാതെ പെട്ടെന്നല്ല കുറയുന്നത്. നേരത്തെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് കുറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഗ്രാജുവലി ആയിട്ടാണ് കുറയുന്നത്. അങ്ങനെ ഈ ശരിക്കും പ്രദേശത്തെ ജനജീവിതത്തെ അങ്ങ് ബാധിച്ചു വെള്ളപ്പൊക്കം. ഇത് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2018 ആ പ്രളയം ഉണ്ടായപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ ആശങ്കയുണ്ട്. പക്ഷെങ്കിൽ ഉരുള് പൊട്ടുവോ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ പഴയ രീതി വരുവാനുള്ള സാധ്യതയുള്ളൂ. പത്തനംതിട്ടയിൽ വലിയ മഴ പെയ്താൽ നമുക്ക് ഇവിടെ ബാധിക്കും. പത്തനംതിട്ട
വലിയ മഴ പെയ്താൽ ഇവിടെ ബാധിക്കും. എല്ലാവരും പങ്കുവെക്കുന്ന ഒരു കാര്യം 2018 സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്കയാണ്. ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികളൊക്കെ നിയന്ത്രണത്തിലാണ്. പരമാവധി ആളുകളെ റെസ്ക്യൂ ചെയ്യാനും എല്ലാവർക്കും സഹായങ്ങൾ ഉറപ്പാക്കുവാനും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനും ഒക്കെ കഴിഞ്ഞു. പക്ഷേ വലിയ രീതിയിൽ വെള്ളം വരികയാണെങ്കിൽ അതിനുള്ളൊരു മുന്നൊരുക്കങ്ങളിലേക്കൊക്കെ കടക്കണം എന്നുള്ളൊരു കാര്യം അവർ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവമായി പോകുന്നുണ്ട്. ജില്ലയിലാകെ ഇപ്പോൾ 53 ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. ചെങ്ങന്നൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളുള്ളത്. 25-ൽ പരം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ ചെങ്ങന്നൂർ താലൂക്കിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. വെള്ളത്തിന്റെ കുറവ് നേരിയ തോതിലാണ് മാത്രമാണ് സംഭവിക്കുന്നത്. പമ്പാ നദിയും അച്ചൻകോവിലാറിലും സമാനമായ രീതിയിൽ തന്നെ വെള്ളം ഉയർന്നു തന്നെ നിൽക്കുകയാണ്. പൂർണ്ണമായും മഴ മാറി നിന്ന് വെയിൽ ഉറച്ചു നിൽക്കുന്ന നല്ല തെളിഞ്ഞ കാലാവസ്ഥ 2-3 ദിവസം നിന്നാൽ മാത്രമേ പൂർണ്ണമായും ആശങ്ക ഒഴിഞ്ഞു പോവുകയുള്ളൂ. ലേഷ് കാഞ്ഞികാവിനോടൊപ്പം ചെങ്ങന്നൂരിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.